Hi students, welcome back to our next class. In this class, we can discuss about various approaches to working capital. There are three approaches to working capital: matching approach, conservative approach, and aggressive approach. What are they? Matching approach, conservative approach, and aggressive approach. First one, matching approach. ഈ മാച്ചിങ് അപ്രോച്ച് അല്ലെങ്കിൽ മാച്ചിങ് അപ്രോച്ച് അതർവൈസ് നോൺ ആസ് ഹെഡ്ജിങ് അപ്രോച്ച്, ഇതിനകത്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ ഡേ ടു ഡേ വർക്കിങ്ങിന് നമുക്ക് ഫണ്ട്സ് ആവശ്യമാണ്. ദീസ് ആർ വർക്കിംഗ് ക്യാപിറ്റൽ. ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ചെയ്യുന്നതിന് നമുക്ക് രണ്ട് തരം സോഴ്സുകൾ ഉപയോഗിക്കാം. ലോങ് ടൈം സോഴ്സസും ഷോർട്ട് ടൈം സോഴ്സസും നമുക്ക് ഉപയോഗിക്കാം. എവറി ഫേം റിക്വയേഴ്സ് ടു കൈൻഡ്സ് ഓഫ് അസറ്റ്. അല്ലേ, നമുക്കറിയാം ഏതൊരു ഫേമിനും രണ്ട് തരം അസറ്റുകൾ ആവശ്യമാണ്. ലോങ് ടൈം അസറ്റ് അഥവാ ഫിക്സഡ് അസറ്റ്സ്, അതുപോലെ തന്നെ കറണ്ട് അസറ്റ്സ്. ഇങ്ങനെ രണ്ട് അസറ്റുകൾ നമ്മളുടെ ഫേമിന് ആവശ്യമാണ്. ഈ രണ്ട് അസറ്റുകളും ഫിനാൻസ് ചെയ്യുന്നതിൽ ഒരു ഫേം അഡോപ്റ്റ് ചെയ്യുന്ന അപ്രോച്ചുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വൺ, മാച്ചിങ് അപ്രോച്ച്. ഫോർ ഫിനാൻസിങ് വർക്കിംഗ് ക്യാപിറ്റൽ, ലോങ് ടൈം അസറ്റ്സ് ഷുഡ് ബി ഫിനാൻസ്ഡ് ബൈ ലോങ് ടൈം സോഴ്സസ് and short-term assets should be financed by short-term sources. This is called matching approach, matching principle or hedging approach. അപ്പോൾ ഈ ഹെഡ്ജിങ് അപ്രോച്ച് അല്ലെങ്കിൽ മാച്ചിങ് അപ്രോച്ചിൽ പറയുന്നത് കമ്പനിക്ക് രണ്ട് തരം അസറ്റുകൾ ആവശ്യമാണ്: ലോങ് ടൈം അസറ്റും ഷോർട്ട് ടൈം അസറ്റും. ഇവിടെ നമ്മളുടെ കോൺസെപ്റ്റ് മാച്ചിങ് അപ്രോച്ചാണ്, മാച്ചിങ് കോൺസെപ്റ്റാണ്. സോ നമ്മൾ ലോങ് ടൈം അസറ്റുകൾ നമ്മൾ ഫിനാൻസ് ചെയ്യുക ലോങ് ടൈം സോഴ്സസ് വഴിയായിട്ടാണ്. നമ്മളുടെ പ്ലാന്റ്, മിഷനറി, എക്യുപ്മെൻറ്റ്, ഫർണിച്ചർ, അങ്ങനെയുള്ള ലോങ് ടൈം അസറ്റുകൾ ലോങ് ടൈം സോഴ്സസ് വഴി ഫിനാൻസ് ചെയ്യുന്നു. വാട്ട് ആർ ദ വേരിയസ് ലോങ് ടൈം സോഴ്സ് ഓഫ് ഫിനാൻസ്? Issue of shares, issue of debentures, banks from long term and term loans from banks and other financial institutions. These are all long term sources. നമുക്കറിയാം ലോങ് ടൈം സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലധികം മെച്യൂരിറ്റി പീരിയഡ് ഉള്ള സെക്യൂരിറ്റികളാണ് ലോങ് ടൈം സെക്യൂരിറ്റികൾ എന്ന്. അപ്പോൾ ആ ലോങ് ടൈം സെക്യൂരിറ്റി ഉപയോഗിച്ച് ലോങ് ടൈം അസറ്റ് ഫിനാൻസ് ചെയ്യുകയാണെങ്കിൽ മാച്ചിങ് അപ്രോച്ച് അനുസരിച്ച് ലോങ് ടൈം അസറ്റുകൾ ലോങ് ടൈം സോഴ്സ് വഴി ഫിനാൻസ് ചെയ്യും. ഷോർട്ട് ടൈം അസറ്റുകളാണെങ്കിൽ ഷോർട്ട് ടൈം സോഴ്സസ് ആയിട്ടുള്ള ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഷോർട്ട് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അങ്ങനെയുള്ള സെക്യൂരിറ്റികൾ വഴി നമ്മൾ ഷോർട്ട് ടൈം അസറ്റുകൾ ഫിനാൻസ് ചെയ്യുന്നു. അപ്പോൾ ആ മെച്യൂരിറ്റി പീരിയഡും നമ്മുടെ റിക്വയർമെൻറ്റ്സും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മാച്ചിങ് അപ്രോച്ച് എന്ന് നമ്മൾ പറയുന്നത്. ദ മിനിമം ലെവൽ ഓഫ് കറണ്ട് അസറ്റ്സ് വിച്ച് വിൽ ബി ഓൾവേസ് മെയിൻറ്റെയിൻ ബൈ ആൻ ഓർഗനൈസേഷൻ ഈസ് കോൾഡ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഓൾസോ നോൺ ആസ് ബ്ലോക്ക്ഡ് വർക്കിംഗ് ക്യാപിറ്റൽ, ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ. These are also maintain a minimum level of current assets we should maintain at every time. അപ്പോൾ ഏതൊരു സമയത്തും നമ്മൾ ബിസിനസ്സിൽ കുറച്ചൊരു കറണ്ട് അസറ്റ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പറയുക പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. വെൻ ദ ബിസിനസ് ഫോളോസ് മാച്ചിങ് അപ്രോച്ച് എപ്പോഴാണ് ബിസിനസ് ഫോളോ ചെയ്യുന്നത്? ദ ലോങ് ടൈം സോഴ്സസ് ഷാൽ ബി യൂസ്ഡ് ഫോർ ഫിനാൻസിങ് ഫിക്സഡ് അസറ്റ് and permanent current assets and short-term sources is used for financing temporary or variable assets. അപ്പോൾ ഈ മാച്ചിങ് കോൺസെപ്റ്റ് അനുസരിച്ച് ലോങ് ടൈം സോഴ്സുകളാണെങ്കിൽ ലോങ് ടൈം സോഴ്സുകൾ ഉപയോഗിച്ച് ലോങ് ടൈം ഫിക്സഡ് അസറ്റുകളെ നമ്മൾ ഫിനാൻസ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം കറണ്ട് അസറ്റ്സ്, ഇറ്റ് മേ ബി പെർമനന്റ് ഓർ ഷോർട്ട് ടൈം, എങ്ങനെയായിക്കൊള്ളട്ടെ, പെർമനന്റ് ആയിട്ടുള്ള കറണ്ട് അസറ്റ് ആയാലും ഷോർട്ട് ടൈം കറണ്ട് അസറ്റ്സ് ആയാലും നമ്മൾ ഫിനാൻസ് ചെയ്യുന്നത് ഷോർട്ട് ടൈം അസറ്റുകൾ അല്ലെ ഷോർട്ട് ടൈം സോഴ്സസ് വഴിയായിട്ടാണ്. Then we can go through the diagram. We can see that there are two types of assets are required for a firm: fixed assets and current asset. The fixed assets and permanent current assets are financed by long-term sources. Fixed assets and current assets. Fixed assets are financed by long-term sources. Current assets are financed by short-term sources. Then next we have to study the conservative approach. Under conservative approach,
The entire estimated financing current assets should be financed from long-term sources, and the short-term sources should be used only for emergency requirements. This approach is called low profit, low risk concept. കൺസർവേറ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ അപ്രോച്ചാണ്. ഈ ഒരു അപ്രോച്ച് പ്രകാരം നമ്മൾ പറയുന്നത് ഒരു ഫേം അതിൻ്റെ കറണ്ട് അസറ്റ്സ് റിക്വയർമെൻറ്റ് പോലും ലോങ് ടേം സോഴ്സസ് വഴി ഫിനാൻസ് ചെയ്യുന്നു. ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ലോങ് ടേം സോഴ്സസ്. അപ്പോൾ പെർമനൻ്റ് ആയിക്കോട്ടെ, കറണ്ട് അസറ്റ്സ് റിക്വയർമെൻ്റ് ആയിക്കോട്ടെ, എല്ലാം തന്നെ ഫേം ഫിനാൻസ് ചെയ്യുന്നത് ലോങ് ടേം സോഴ്സസ് വഴിയാണ്. ദ ഫേം ഹെവിലി ഡിപ്പെൻഡ്സ് അപ്പോൺ ലോങ് ടേം സോഴ്സസ്. ഇറ്റ് less depend upon the short-term sources. Short-term sources only used for meeting emergency requirements. ഫേമിന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ മാത്രമേ ഷോർട്ട് ടൈം സോഴ്സസ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അല്ലാത്ത ഏതൊരു കേസിലും കറണ്ട് അസറ്റ്സ് ആയിക്കോട്ടെ, ഫിക്സഡ് അസറ്റ്സ് ആയിക്കോട്ടെ, ഓൾ ആർ ഫിനാൻസ്ഡ് ബൈ ലോങ് ടൈം സോഴ്സസ്. ഷോർട്ട് ടൈം സോഴ്സസ് ഈസ് യൂസ്ഡ് ഓൺലി ഫോർ എമർജൻസി റിക്വയർമെൻറ്റ്. സോ റിസ്ക് ഈസ് വെരി ലോ ഇൻ ദിസ് case. This approach is known as low profit, low risk concept. The conservative approach of financing working capital instead of permanent current assets, fluctuating assets or temporary current assets are also financed by long-term sources. Whether it may be permanent or temporary, all kinds of working capital resources are met by long-term sources. The company heavily uses long-term sources, like issue of shares, debentures, banks and loans and term loans from banks and other financial institutions. അങ്ങനെയുള്ള ലോങ് ടൈം സോഴ്സുകൾ വഴിയായിട്ട് മാത്രമാണ് ഓൾ ടൈപ്സ് ഓഫ് റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ മാത്രം ഷോർട്ട് ടൈം സോഴ്സുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. വെൻ വി ഹാവ് adequate cash, we are more secure because short term sources may or may not be available, so it is less risky. അപ്പോൾ നമ്മുടെ കയ്യിൽ ആഡിക്വേറ്റ് ക്യാഷ് ഉണ്ട്, ലോങ് ടൈം ഫണ്ട് വഴിയായി ആഡിക്വേറ്റ് ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും സെക്യൂർ. ഈ ഷോർട്ട് ടൈം സോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ റിസ്ക്കിയാണ്. അങ്ങനെ ഷോർട്ട് ടൈം റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി റീപെയ്ഡ് ക്വിക്കലി. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അത് പേ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ഈ ഡയഗ്രത്തിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെയും നമ്മൾ ഫിക്സഡ് അസറ്റ്സും കറണ്ട് അസറ്റ്സും ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും, ഫിക്സഡ് അസറ്റ്സും അതുപോലെ തന്നെ പെർമനന്റ് കറണ്ട് അസറ്റ്സും, കറണ്ട് അസറ്റ്സിൻ്റെ ഒരു ഭാഗം, അതായത് കറണ്ട് അസറ്റ്സും പെർമനന്റ് കറണ്ട് അസറ്റ്സും ഫിക്സഡ് അസറ്റ്സും ഓൾ ആർ ഫിനാൻസ്ഡ് ബൈ ലോങ് ടൈം സോഴ്സസ്. ഓൾ ആർ ഫിനാൻസ്ഡ് ബൈ ലോങ് ടൈം സോഴ്സസ്. ഇനി ആ ഒരു ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലിന് മുകളിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ മാത്രം ഷോർട്ട് ടൈം സോഴ്സുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. Then we can discuss about aggressive approach. Under this approach, the entire estimated requirements of current assets should be financed from short-term sources, and even a part of fixed assets financed by short-term sources. This approach is high risky, less costly and high profitable. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അഗ്രസീവ് അപ്രോച്ച് അനുസരിച്ച് ഒരു ഫേം അതിൻ്റെ ഓൾ കറണ്ട് അസറ്റ്സ് റിക്വയർമെൻറ്റ്സും അതുപോലെ തന്നെ ചിലപ്പോൾ ഫിക്സഡ് അസറ്റ്സിൻ്റെ ഒരു പോർഷനും ഷോർട്ട് ടൈം സോഴ്സുകൾ ഉപയോഗിച്ച് ഫിനാൻസ് ചെയ്യുന്നു. ഇൻ ദിസ് കേസ് ഫേം മോർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഷോർട്ട് ടൈം സോഴ്സസ് ടു ഫിനാൻസ് കറണ്ട് അസറ്റ്സ് ആൻഡ് എ പാർട്ട് ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ്സിൻ്റെ ഒരു ഭാഗവും അതുപോലെ തന്നെ എൻറ്റയർ കറണ്ട് അസറ്റ്സും ഫിനാൻസ് ചെയ്യുന്നത് ഷോർട്ട് ടൈം സോഴ്സുകൾ വഴിയാണ്. ദിസ് അപ്രോച്ച് ഈസ് ഹൈലി റിസ്കി, ലെസ് കോസ്റ്റ്ലി ആൻഡ് ഹൈ പ്രോഫിറ്റബിൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റീപേ ചെയ്യേണ്ടി വരും, അതുകൊണ്ടാണ് ഇത് ഹൈ റിസ്കി എന്ന് നമ്മൾ പറയുന്നത്. Then in aggressive approach of financing working capital, short-term sources are used for both permanent working capital and temporary working capital. Aggressive approach അനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഷോർട്ട് ടൈം സോഴ്സുകളാണ് ഉപയോഗിക്കുക. അത് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആയാലും ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ആയാലും. ഇറ്റ് ഈസ് റിസ്കി ബട്ട് ഓൾസോ ഹാവ് ഹൈ പ്രോഫിറ്റ് ബിക്കോസ് ഷോർട്ട് ടൈം സോഴ്സസ് ഹാവ് ലോ പ്രൈസിങ് കോസ്റ്റ്. അത് നമുക്ക് റേസ് ചെയ്യാനായിട്ട് കുറച്ച് കോസ്റ്റ് മതി, പക്ഷെ അതിൽ നിന്നുള്ള റിസ്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഫേം പ്രോഫിറ്റ് ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും അത് ആ ടൈമിൽ തന്നെ നമ്മൾ റീപേ ചെയ്യണം. അതിന് ഇൻട്രസ്റ്റോ എന്തായാലും നമ്മൾ പേ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഇത് ഹൈ റിസ്കി എന്ന് നമ്മൾ പറയുന്നത്.
Then we can go through the diagram. നമുക്കറിയാം ഫിക്സഡ് അസറ്റ്സും ഉണ്ട് കറണ്ട് അസറ്റ്സും ഉണ്ട്. ഇപ്പോൾ ഈ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ദ ഫേം യൂസസ് ഷോർട്ട് ടൈം ഫിനാൻസസ് ടു ഫിനാൻസ് ടെമ്പററി കറണ്ട് അസറ്റ്സ് and permanent current assets, and a part of fixed assets are also financed by short term sources.